ഇങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. നോക്കട്ടെ. ഓ കൊള്ളാം, കുഴപ്പമില്ല. വിനകരുണ്ടോ? അതെന്തിനാ? എടുക്ക്. ഞാൻ ഒഴിച്ചു. എടുക്കടി. നീ ഒരുമാതിരി ഊപ്പ മലയാളിയുടെ സ്വഭാവം കാണിക്കരുത്. ഇങ്ങനത്തെ അതെ, ഈ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. ചൈനീസ് പോർച്ചുഗീസ് കറികൾ വേണം, പക്ഷെ അതിൽ നമ്മുടെ ഉണക്ക മുളകറിയുടെ ടേസ്റ്റും വേണം. ഒന്നും മിണ്ടായിരിക്കല്ലേ? ആ, നീ മിണ്ടായിരിക്കോടെ. നിന്നെ ഞാനൊരു ദിവസം ഗോവയിലെ കാലാങ്കുട്ട് ബീച്ചിലെ സോസോലബിലേക്ക് കൊണ്ടുപോവാം. അവിടുത്തെ പോർക്ക് വിന്താലു നീ ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ അറിയാം അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. വിനീഗർ കൂടി പോയി എന്നാ തോന്നുന്നത്. ഇല്ല, കറി കറക്റ്റാ. ജാൻസി, ജാൻസ്. എന്തോ? വാ. അല്ല, ഇതെങ്ങോട്ടേക്ക് പോന്നേ? എടി, എനിക്ക് 5 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതിന് ഇത്ര നേരത്തെ പോണോ? പോണം മക്കളെ, പോട്ടെ. മോളെ കഥ കടച്ചോ. ആ, ഒന്ന് വേഗം കഴുക്. അത് ചത്ത കോഴി, അതിന് വേദനിക്കൊന്നുമില്ല. എടോ, പണിയൊക്കെ നടക്കണ്ടല്ലോ. നാളത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ എവിടം വരെ ആയി? അത് മുതലാളി, നമ്മുടെ വെളുത്ത ബംഗാളി പണിക്കാരോടെല്ലാം നാളെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അവര് കുളിച്ചിട്ട് വന്ന നല്ല ഹിന്ദി നടന്മാരെ. എടോ, ഇവന്മാർക്കൊക്കെ സ്കിൻ ഡിസീസ് എന്നാ നാട്ടുകാർ പറയുന്നേ. സപ്ലൈ ചെയ്യാൻ മലയാളികൾ മതി. ഇവരെ വേണമെങ്കിൽ താൻ കിച്ചണിൽ നിർത്തിക്കും. എടോ, നമ്മുടെ വേണുനാഗ് എവിടെ ഉണ്ടോ? അവൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ എവിടെ ഉണ്ടാവും എനിക്കറിയാം. ഓ, ആ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള സുനാമി ഇറച്ചി മാറ്റി വെച്ചേ. ഇതെന്തുവാടാ? കല്ലെറിഞ്ഞ് വെള്ളം കുടിക്കാൻ നീ എന്താ പഞ്ചായത്ത് കാലം കാക്കേ പറ്റണോ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഞാൻ പണിക്കാരെ പിരിച്ചുവിടുന്ന കാര്യം നിനക്ക് നന്നായിട്ട് അറിയാം. നിന്നെപ്പോലെ ഒരുത്തനെ ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പലവർക്കും മുറിവുറുപ്പുണ്ട്. മരിച്ചുപോയ നിന്റെ അച്ഛനുള്ള കടപ്പാടാ. അത് നീ ഇങ്ങനെ ചൂഷണം ചെയ്യില്ലേ രാജാ? എല്ലാം അറിയുന്ന ചേട്ടൻ തന്നെ. ഓ, അതെനിക്കറിയാലോ. ആ പെണ്ണിനെ തേച്ച് മെഴുക്കിയിട്ട് പോയിട്ട് 10-12 വർഷം കഴിഞ്ഞ് നീ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കാന്നോ? എന്റെ വേദന. നിന്റെ വേദന ഇവിടെ എല്ലാവർക്കും കോമഡിയാ. കാലം മാറി രാജാ. ആഹാ, ഇതുപോലത്തെ പാട്ടുകളാണ് നിന്നെ നശിപ്പിക്കുന്നത്. നിനക്ക് പറ്റിയ പാട്ടുകൾ ഞാൻ വെച്ചുതരാം. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതുപോലത്തെ പാട്ട് കേട്ടാൽ നിന്റെ സകല പ്രയാസങ്ങളും തീരും. ആ, ഇതാരും സേവിയറോ? ഈ ചൈന ഇങ്ങനെ എവിടെ കിട്ടി? നമ്മുടെ CID ഓഫീസിൽ കണ്ടപ്പോഴേ പിടിച്ചുപിടിയാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. അയ്യോ, ചെരിപ്പഴിക്കൊന്നും വേണ്ട. എന്തായാലും ഇന്ന് കൊണ്ടുവന്ന് നന്നായി. ഞാൻ നല്ല സൂപ്പർ പോക്ക് വിൻഡാലും ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഏതായാലും സേവറിന് ഭാഗ്യമുണ്ട്. താൻ എന്ന് വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ? ആ, നീ അത്താഴം എടുത്തു നോക്ക്. വരൂ, കഴിച്ചേക്കാം അല്ലേ? കഴിക്കാം. കുറച്ചുകൂടെ. ഓ, കൊളസ്ട്രോള്. നന്നായിട്ടുണ്ട്. താങ്ക് യു. ആ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നാളെ നമ്മളും മത്തായുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട്. താനും വരണം. എനിക്ക് പറ്റില്ല. അതെന്താ? കാറിൽ ഒരാൾക്ക് കൂടെ സ്ഥലം ഉണ്ടാവും ഇല്ലേ ചായ? തീർച്ചയായിട്ടും. അതെനിക്ക് നാളെ അത്യാവശ്യമായിട്ടൊരു മനസ്സമ്മത്തി പങ്കെടുക്കണം. അതുകൊണ്ടാണ്. അങ്ങനാണെങ്കിൽ അടുത്ത മാസം 3-4 ട്രിപ്പിന് സേവർ വരട്ടെ. ആ, അത് ശരിയാ. വരാം.
അങ്ങനെയല്ല, ഇങ്ങനെ വേണ്ട. ഇതാ ഇതാ ഇതാ. ഓ ആ സ്റ്റെപ്പ് കമോൺ ബോയ്സ്. ഇങ്ങനെ ഷൂട്ട് ചെയ്യണോ? ഇതുപോലെ ഷൂട്ട് ചെയ്യണം കേട്ടോ. കമോൺ, എല്ലാവരും വാ. ഫുൾ തുടക്കം മുതലേ നമുക്ക് ഇതേപോലെ ഷൂട്ട് ചെയ്യണം. തുടക്കം മുതൽ വാ. അടുത്ത സുന്ദർപ്പിച്ചയായി കിടന്ന് ഈ പേക്കൂത്ത് കാണിക്കുന്നത്. ശന തലവരെയാണല്ലോ ചെറുക്കൻ്റെ. കുടുംബത്താണെങ്കിൽ സ്വത്ത്, ജോലിയാണെങ്കിൽ ഗൂഗിളിലും. ഇപ്പതേ മാത്തം മുതലാളിയുടെ മകളെ കെട്ടാൻ പോകുന്നു. അതുമാത്രോ? അവനങ്ങ് അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്. അമേരിക്കയിലെ ജീവിതം. നമ്മളെ വൈകുന്നേരം ആ റോട്ടിലോട്ടൊന്ന് ഇറങ്ങി നിന്നാൽ മതി. വലിയ കാറൊക്കെ ആയിട്ട് ആരൊക്കെ വന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടു പോകും. നമ്മളങ്ങ് വിക്ക് ചെയ്യും. എന്നിട്ട് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും, ഫിലിമൊക്കെ കാണിച്ചു തരും. അതിനുശേഷം രാത്രിയായ ഒരു കറക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിക്ക് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ എത്തിക്കും. എന്നാ ജീവിതം അല്ലയോ? അല്ല, ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം? ഇയാൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടോ? അവൻ പോയിട്ടില്ല, അവന്റെ ഭാര്യ പോയിട്ടുണ്ട്. അങ്ങനെ ചിരിക്കാതെ. ഈ എൽദോ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം മുഴുവൻ ഈ തോട്ടം പണി ചെയ്തും കൂലിക്കാരുമായി തർക്കിച്ചും അങ്ങ് കഴിഞ്ഞു തിരികെ. ആന്നേ. ഞാൻ പണ്ട് കുറച്ചു കാലം അനിയൻ്റെ കൂടെ അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട്. അതാ ജീവിതം. 6 ദിവസം എല്ലാവരും നന്നായി അധ്വാനിക്കും. 7ാമത്തെ ദിവസം അങ്ങ് അടിച്ചു പൊളിക്കും. നമ്മൾ ഞായറാഴ്ച രാവിലെ പന്നിയിറച്ചിയിൽ നല്ലോണം മല്ലിയും മുളക് അരച്ച് ചേർത്ത് വെച്ചങ്ങ് പള്ളിയിലോട്ട് പോകും. കുമ്പസാരം കഴിഞ്ഞ് പാപെല്ലാം കഴുകി കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇറച്ചിയിൽ മല്ലിയും മുളകും നന്നായി പിടിച്ചിട്ടുണ്ടാകും. അത് വറുത്ത് വിസ്കി അർത്ഥങ്ങ് അടിക്കും. ഒന്ന് ഉറങ്ങി എണീറ്റ് ഏതെങ്കിലും പബ്ബേ ചെന്ന് ഇരുന്നാൽ മതി, ഒന്നാന്തരം മതാമാർ ഇങ്ങോട്ട് വന്ന് കയറും. അതൊക്കെ പഴയൊരു കാര്യം. ജോണിച്ചോ, പച്ചയ്ക്ക് അങ്ങ് പോവാന്നോ? നമ്മുടെ കൂടെ വന്നങ്ങ് അടിച്ചിട്ട്. ജോണിച്ചോ, പള്ളിയിൽ പോയി അച്ഛനൊന്ന് കാണണ്ടേ? അളിയാ, ഒന്ന് പള്ളിയിലൊന്ന് പറയണ്ടേ? മറ്റേ കാര്യം പറഞ്ഞിട്ടില്ല. നമുക്ക് പോയി പറഞ്ഞിട്ട് വന്നാലോ? ശോ, ഈ ജോണിന് എന്നതാ പറ്റിയേ? എന്നാ സ്മാർട്ട് ചെറുക്കനായിരുന്നു. പിന്നെ നമ്മളിവിടെ പണ്ട് വോളിബോളൊക്കെ കളിച്ചുകൊണ്ട് നടന്ന അന്ന് നോർത്ത് ഇന്ത്യയിൽ എവിടെ ഇതിന് പോയിട്ടേ, പഠിക്കാൻ വേണ്ടി പോയിട്ടേ, ആസട്ടോ അയാണ്ട് പറഞ്ഞ് അയാളുടെ സാമാനം അടിച്ചതാ. അന്ന് പോയ കിളിയ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പുള്ളിക്കാരനെ മറ്റവൻ അടിക്കുന്ന പറയുന്നത് അതിൻ്റെ സേവയാ. കാഷ്ടം. ശരി, ഒരു വട്ടം കൂടി നോക്കാം. റോയിയെ, നേരം പോകും, നമുക്ക് ഇറങ്ങിയാലോ? രാഹുലം കഴിഞ്ഞിട്ടില്ല. രാഹുലം കഴിഞ്ഞു. നമ്മളീ നസ്രാണികൾക്ക് എന്തോ രാഹുവാനാണോ പോയി? രാഹുവിനും കേതുവിനൊന്നും ഇപ്പൊ ജാതിയും മതമൊന്നും ഇല്ലെന്നേ. വടക്കോട്ടുള്ള നമ്മുടെ കച്ചവടക്കാരായ സമുദായക്കാരൊക്കെ പെരുങ്ങോട്ടുകാരല്ല ചാത്തന്റെ പറ്റുകാരാ. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഇതിലൊക്കെ എന്തൊക്കെയുണ്ട് ഇല്ലേ? മൊബൈൽ എന്തോ രാഹുവാലം നോക്കുമെന്നോ? അളിയാ, രാഹുലം കഴിഞ്ഞ് ദൂരെ നിന്നുള്ള നമ്മളിവിടെ നേരത്തെ എത്തി. തൊട്ടടുത്തുള്ള ഇവർക്ക് വരാൻ എന്താ ഇത്ര താമസം? അതച്ചായോ, നമ്മുടെ ഒരു അച്ചടക്കവും കൃത്യനിഷ്ഠയൊന്നും ഇവിടുത്തുകാർക്ക് ഇല്ലെന്നേ. കുറച്ച് പേരെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും കുറച്ച് പേരെ വിളിക്കത്തുള്ളൂ എന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ആ പോട്ടെ, കെട്ടുവരുമല്ലേ, നമുക്ക് അടിച്ച് പൊളിക്കാന്നേ. മോളെ, മതി കഴിച്ചത്. ആൾക്കാർ കാണും. ആൾക്കാർ വേണമെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കാനൊന്നും പോകുന്നില്ല. പെണ്ണിന്റെ കാര്യം. ചേട്ടാ, ഇതൊന്ന് പറത്താൻ തരും ചേട്ടാ. പൊക്കോണം, എന്നാ പിള്ളേർ കളിക്കാനുള്ള സാധനം ഒന്ന് ചേട്ടാ, ഇവന് അത്യാവശ്യത്തിന് റമോളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാ പഠിച്ചാലും ശരി, ഇതൊന്നും നിന്റെ കയ്യിൽ തരാൻ പറ്റത്തില്ല. പ്ലീസ് ചേട്ടാ. ആ നടേ വന്നു. ഹലോ,
നമസ്കാരം. വെൽക്കം. വന്നത് ഒത്തിരി നേരമായോ? ഇല്ല ഒരു 1.5-2 മണിക്കൂർ ഭയങ്കര ട്രാഫിക്. മെസ്സേജ് മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ, മെസ്സേജ് വന്നിട്ട് വരത്തുള്ളൂ. അതെ അമ്മച്ചി ഇച്ചായൻ ഇന്നലെ ഒരു അത്യാവശ്യ ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നിവിടെ ഒരു മനസ്സമ്മതം നടക്കുകയില്ലയോ? ഇന്നെങ്കിലും നേരത്തെ വന്നൂടെ? റോയ് ഓഫീസിൽ പോയിട്ട് എത്ര ദിവസമായിന്നറിയോ? ഓ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ വെച്ചി. ബിസിനസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കഞ്ഞൂടി മുട്ടിപ്പോകും. പിന്നെ ഇട്ടുമൂടാളത്ര ശ്രീധനം കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്താവാലോ. നമ്മുടെ കാര്യം അങ്ങനെ അല്ലല്ലോ. ആ മോള് വാ. വാ 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 ചേട്ടാ. ഓ അവരെത്തിയോ അമ്മച്ചി? ആ എന്നെത്തിയിട്ടുണ്ട്. ഡോറ് തുറന്നിട്ടേ കൈ പിടിച്ച് കുട്ടി ഇറക്കിക്കോ. ഹായ്. ഹായ്. ആ ഡോർ അടച്ച്. നീ രണ്ടുപേരും ഇങ്ങോട്ട് നോക്കി. ആ ഇവിടെ. രോഹൻ എന്ന ചുള്ളനായിട്ടുണ്ട്. താങ്ക് യു. വീണ്ടും സംശയമുണ്ട്. എനിക്കെന്നെ പിടിച്ചു തരുമോ? അതൊരു ക്യാമറയാ, തുമ്പിയൊന്നും അല്ല. പിടിച്ചതാ. ഓക്കെ ആണ്. മോളെ വാ പോവാ. ഒന്നുമില്ല, തുമ്പി പിടിക്കണം. ജെയിംസ് നീ എവിടെയത്? എയർപോർട്ടിലോ? ആ ഇനി നീ പള്ളിയിലോട്ട് വരണ്ട. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും, ചെറുക്കൻ്റെ വീട്ടിലോട്ട്. ആ അത് ഒരു മിനിറ്റ്. ഒരു ചടങ്ങാമ. ഈ നിൽക്കുന്ന ലിൻഡായെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ലിൻഡ ഈ നിൽക്കുന്ന ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ. കല്യാണം കഴിക്കുന്നേ മോളെ അത് രോഹന്റെ പള്ളിയിലുള്ള പേരാ. അപ്പൊ എനിക്കെന്താ പള്ളിയിൽ വേറെ അതൊക്കെ പിന്നെ പറയാം. അച്ഛാ കണ്ടിന്യൂ. ലിൻഡ ഈ നിൽക്കുന്ന രോഹനെ അല്ല ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ഒരുപാട് സമ്മതമാണ്. മോളെ വളരെ ലാളിച്ചു വളർത്തിയതുകൊണ്ടേ കുസൃതി കുറെ കൂടുതലാണ്. ചുമ്മാരി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചു. നീ ധൈര്യമായിട്ട് കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യുക. ഞാനല്ലേ പറയണേ. ആ എന്തോ സ്റ്റാമ്പ് പേപ്പറിൻ്റെ പൈസ ഒക്കെ ഞാൻ നാളെ തരാടോ. ആ പറയും പോലെ ചെയ്യേ. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബെസ്റ്റ് വിഷ്. താങ്ക് യു. ലിൻഡ ജോസഫിന് ഇണയായും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം കേട്ടോ. ഇണയാവാനും തുണയാവാനും ഓക്കെ, പക്ഷെ കീഴ്പ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. മോള് വലിയ കോമഡിയാ. ആ മോനെ റോഹ ഇങ്ങോട്ട് വാ. ഹായ് ലിൻഡ. ഹായ് മമ്മി, ഇത് ചെഗു. ഇതാണ് ചെക്കൻ. നല്ല ഗ്ലാമർ അല്ലേ? ഇത് ചെഗു, പുന്നാര ഫ്രണ്ടാ. ബാ നമുക്ക് ഫോട്ടോ എടുക്കാം. രോഹൻ സ്മൈൽ. ഇനി വേറെ പോസ്. അജു ഫാദർ വന്നില്ലേ? അതെ അങ്ങോട്ട് ഡാഡി ദേ ഫോട്ടോ. അങ്ങോട്ട് പോയി. ആ ചെഗു പിന്നെ കാണണേ. പിന്നെ കണ്ട. ഇതെന്താ? ഒന്ന് അടങ്ങി നടക്ക കൊച്ചേ. മമ്മി എനിക്ക് വിശക്കുന്നുണ്ടേ. അങ്ങ് കഴിക്കാവല്ലോ. ഇച്ചായ ഒരു കാര്യം പറഞ്ഞ വഴക്ക് പറയരുത്. അമ്മച്ചി വീട്ടിൽ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. നമുക്കെന്താ വീട് വരെ ഒന്ന് പോയി. ഇനിയിപ്പം ഞാനായിട്ട് നിങ്ങളാരും വിഷമിപ്പിച്ചൊന്നും വേണ്ട. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോ. ഞാനെന്നാ അവരുടെ കൂടെ പോട്ടെ. ഇച്ചായൻ വരില്ലേ? വന്നേക്കണേ.